അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. പോരൂർ പാണ്ടിക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള തുള്ളിശ്ശേരി കാക്കത്തോട് പാലത്തിന്റെ ഉദ്ഘാടനം 3 മാസം കൊണ്ട് നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് മേലാറ്റൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി KT അജ്മൽ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇടതു പ്രവർത്തകർ പാലത്തിന്റെ കാര്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായും പാലത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ തനിക്ക് അവസരം തരാനാവും, മേലാറ്റൂർ ഡിവിഷനിൽ ഞാൻ മത്സരിക്കാനും ഈ വാർഡ് അതിലേക്ക് വരാനും ഭാഗ്യം കിട്ടിയതെന്നും അജ്മൽ. അടുത്തതായി ഈ 13 ഒരിടക്ക് ഓരോ സഖാക്കളിൽ നിന്ന് വിളിക്കും. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, 1 കോടിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇതിന് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും അപേക്ഷ തന്നിട്ടല്ല ആ ഫണ്ട് അവിടെ വെച്ചിട്ട്. ഞാൻ 11ാം വാർഡിലെ മെമ്പർ അസ്കറിനെയും കൊണ്ടുവന്ന് ആദ്യം ഒരു ചെറിയ തൂക്കുപാലം പോലെ, അതല്ലെങ്കിൽ ഒരു നടപ്പാലം പോലെ ഉണ്ടാക്കാൻ 25 ലക്ഷം രൂപ വെച്ചു. പിന്നെ അത് കുറച്ചുകൂടി ഫണ്ട് കിട്ടിയപ്പോൾ 1 കോടി 10, അതിലേക്ക് ബാക്കിയുള്ള കൂടി 1 കോടി 10 ലക്ഷം രൂപ ടോട്ടൽ വെച്ചു. എന്നിട്ട് ഒരു വാഹനം കടന്നു പോകുന്ന രീതിയിൽ 3 അടി വീതി 10 അടി വീതിയിൽ അത് 3 മീറ്റർ വീതിയിലൊരു പാലമാക്കി മാറ്റി. അതിൻ്റെ ബാക്കിയുള്ള ഫണ്ടും വെച്ച് പണി പൂർത്തീകരിച്ച് വീണ്ടും പറഞ്ഞു ഫണ്ട് തികയില്ല. അപ്പോൾ വീണ്ടും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മൂത്തേടം അതിനു വേണ്ടി മാത്രം അഡീഷണലായി ഒരു 60 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ 1 കോടി 70 ലക്ഷം രൂപക്ക് അതിൻ്റെ ഏകദേശ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇനി പില്ലറും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ സ്ലാബും അത് തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കനത്ത മഴ വന്ന് തോട്ടിൽ വെള്ളം കൂടി ആ പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്ക് സഖാക്കളെ വിളിക്കും. അപ്പോൾ ആ പാലത്തിന് അവിടെ അതിങ്ങനെ ഇലക്ഷൻ ആയപ്പോൾ അങ്ങനെ ഒരു ചെറിയ അസ്വസ്ഥത. അപ്പോൾ ഞാൻ ഇവിടുത്തെ വാർഡ് കൺവെൻഷൻ ഞാൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ അനുവദിച്ച 3 മാസം കൊണ്ട് ഈ ഇരിക്കുന്ന ശങ്കരനാരായണൻ എന്ന് പറയുന്ന അപ്പുവേട്ടനെ സാക്ഷി നിർത്തി ഞങ്ങൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. ചിലപ്പം അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കൊരവസരം തന്നതാവും. ചിലപ്പം മേലാറ്റൂർ ഡിവിഷനിൽ ഞാൻ മത്സരിക്കാനും ഈ വാർഡ് അതിലേക്ക് വരാനും ഭാഗ്യം കിട്ടിയത് ചിലപ്പം അതുകൊണ്ടായിരിക്കാം. അത് പൂർത്തീകരിക്കണം, അത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഇവിടുത്തെ കുറേ 13ാം വാർഡിലെ ചെറിയ സഖാക്കൾക്കൊക്കെ അസ്വസ്ഥപ്പെടേണ്ട, അത് കഴിഞ്ഞ് ഞാനും അപ്പുവേട്ടനൊക്കെ അത് കൈകാര്യം ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനല്ല പോട്ടാ. അപ്പോൾ കാര്യത്തിലൊന്നും ഒരാളും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. 1 കോടി 70 ലക്ഷം രൂപയാണ് ഫണ്ട് വകയിരുത്തിയതെന്നും നിർമ്മാണ പ്രവൃത്തികൾ ഫൗണ്ടേഷൻ ഉൾപ്പെടെ ഏതാണ്ട് പൂർത്തിയായതായും ഇനിയുള്ള ഫില്ലറിന്റെയും മെയിൻ സ്ലാബിന്റെയും പ്രവൃത്തി മഴ കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും അജ്മൽ വ്യക്തമാക്കി. പോരൂർ പഞ്ചായത്തിലെ കൂറ്റങ്കോട് നടന്ന പ്രചരണ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാണ്ടിക്കാട് UDF ചെയർമാൻ അബ്ദുൾ മജീദ്, കൺവീനർ കുഞ്ഞാണിപ്പ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സദക്കത്ത്, പോരൂർ മണ്ഡലം പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ, സെക്രട്ടറി ഷാജഹാൻ, സ്ഥാനാർത്ഥികളായ ശങ്കരനാരായണൻ, ഷെരീഫ് മുല്ലക്കാടൻ, ഇബ്രാഹിം നിരവിൽ, അബ്ബാസ്, PK മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.